ഹായ്. ട്രസ്റ്റ് രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരുപാട് പേർക്ക് അബദ്ധം സംഭവിക്കുന്ന ഒരു രീതിയാണ് മറ്റേതെങ്കിലും ട്രസ്റ്റുകളുടെ ഫോർമാറ്റ് അനുകരിച്ച് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക എന്നുള്ളത്. അത്തരം ട്രസ്റ്റുകൾ മിക്കവാറും സാഹചര്യങ്ങളിൽ പ്രയോജനമില്ലാത്തതാകുന്നതും അത് കൂടുതൽ സങ്കീർണമാക്കുന്നതുമാണ് പതിവ്. ഒരു ട്രസ്റ്റിൻ്റെ ബൈലോ തയ്യാറാക്കുമ്പോൾ ഏറ്റവും നല്ലത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സേവനം തേടുന്നതായിരിക്കും. കാരണം ആദായ നികുതി വകുപ്പിലെ നിയമങ്ങളാണ് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായകമായി വരിക. അപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ള നിബന്ധനകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് ഏറ്റവും ഉചിതം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സേവനത്തോടുകൂടി ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. ആദായ നികുതി വകുപ്പിലെ 12AA, 18G തുടങ്ങിയ രജിസ്ട്രേഷനുകൾ വരുമ്പോൾ ട്രസ്റ്റ് മുൻപോട്ട് പോകാൻ പറ്റാതെ കുരുക്കിൽപ്പെടുന്നതാണ് മിക്കവാറും കണ്ടുവരുന്നത്. ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് മേൽപ്പറഞ്ഞ രജിസ്ട്രേഷനുകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് അമെൻഡ് ചെയ്യുന്നതിന് ആദായ നികുതി കമ്മീഷണറുടെ അനുവാദം ആവശ്യമാകിയാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പരിശോധിച്ച് ഒരു പൂർണ്ണ ട്രസ്റ്റ് ഡീഡ് തയ്യാറാക്കുന്നതായിരിക്കും പ്രവർത്തനങ്ങൾക്ക് അഭികാമ്യം. ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക.